മക്കൾ ഉപേക്ഷിച്ചു പോയതിന് പിന്നാലെ ആശുപത്രിയിൽ മരിച്ച അന്നക്കുട്ടി മാത്യുവിന് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനം. ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പങ്കെടുത്തു. വാടക വീട്ടിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ അന്നക്കുട്ടിയെ കുമളി പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് അന്നക്കുട്ടി മാത്യു. എന്തായാലും നാട്ടുകാർ അവരെ ചേർത്ത് പിടിക്കുന്നു, മക്കൾ ചേർത്ത് പിടിച്ചില്ലെങ്കിലും. ഈ പൊതുദർശനം ഇപ്പോഴും നടക്കുകയാണോ? സംസ്കാരം എപ്പോഴാണ്? സെന്റ് തോമസ് ചർച്ചിലേക്ക് അന്നക്കുട്ടിയുടെ മൃതശരീരം എത്തിച്ചിട്ടുണ്ട്. ഇവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ വളരെ അതിദയനീയമായ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. മക്കൾ ഉപേക്ഷിച്ച നിലയിൽ ഈ അമ്മ വാടക വീട്ടിൽ വളരെ ഒടിഞ്ഞ ഒക്കെ അവസ്ഥയിൽ വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടത്. ഉടൻ തന്നെ ഈ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയുണ്ടായി. സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഈ അമ്മയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയോടെ അമ്മ മരിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിയിട്ടുണ്ട്. ഇതിൽ കുമളി പോലീസിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. കുമളി പോലീസ് വളരെ നല്ല രീതിയിലാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലായാലും മകനെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുന്നതിലായാലും എല്ലാത്തിലും കുമളി പോലീസ് വളരെ കൃത്യമായി തന്നെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയാം. മക്കൾക്കില്ലാത്ത ഒരു കരുതൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് മകനെ വിളിച്ചു വരുത്തുകയുണ്ടായി. പോലീസിന്റെ കർശനമായ നിർദ്ദേശത്തിൽ നിന്നാണ് മകൻ ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ വീട്ടിൽ വളർത്തുനായ തനിച്ചാണെന്നും വളർത്തുനായ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞ മകൻ ഈ ആശുപത്രിയിൽ നിന്നും അമ്മയെ കൈയൊഴിഞ്ഞ് പോകുന്ന കാഴ്ചയും കൂടി ആയപ്പോഴേക്കും വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തിയിരുന്നു. തുടർന്നാണ് ഒരു വനിതാ പോലീസിനെ ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഏൽപ്പിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നടക്കുന്നത്. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അമ്മയുടെ മരണം വരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഈ അമ്മയെ അനുഗമിക്കുന്ന ഒരു കാഴ്ചയും നാം കണ്ടു. ഏതായാലും മനുഷ്യന്റെ മനസാക്ഷി തന്നെ എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്മ മക്കൾ ബന്ധത്തിന്റെ ഒക്കെ ആഴം വളരെ പവിത്രമായി നാം കാണുന്ന ഒരു ബന്ധമാണ്. അതൊക്കെ അത്തരം ബന്ധങ്ങളെല്ലാം തന്നെ ഒരു ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണോ എന്നുള്ളത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നാം സംശയിച്ചു പോവുകയാണ്. ഏതാണ്ട് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സബ് കളക്ടർ അരുണസ് നായർ, അതോടൊപ്പം കുമളി പോലീസ് സ്റ്റേഷനിലെ CA ജോബിൻ ആന്റണി, സബ് ഇൻസ്പെക്ടർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മക്കൾ ഉപേക്ഷിച്ച നിലയിലാണ് അമ്മയുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ കടന്നുപോയതെങ്കിലും മരണശേഷം ഈ അമ്മയ്ക്കൊപ്പം നൂറുകണക്കിന് ആളുകൾ ഈ അമ്മയ്ക്കായി കണ്ണീർ പൊഴിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും അനാഥയായിരുന്നു അവസാന കാലത്തെങ്കിലും അനാഥയായിട്ടാണ് അന്നക്കുട്ടി മാത്യുവിന്റെ മടക്കം എന്ന് നമുക്ക് പറയാം. അഞ്ചില നന്ദുഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദുഷ, ഒരു നാടൊട്ടാകെ എന്തായാലും മരണശേഷമാണെങ്കിലും അന്നമ്മ ചേച്ചിയെ ചേർത്ത് നിർത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ്. കുമളി പോലീസാണ് അന്നക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഇപ്പോൾ കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനം ഒരുക്കിയിരിക്കുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആ പ്രദേശവാസികൾ ഉൾപ്പെടെ ഒരുപാട് പേരെത്തുകയാണ് അവിടേക്ക്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ പൊതുദർശനം ഉൾപ്പെടെ നടക്കുന്നത്. നന്ദുഷ, ഒരു കാര്യം കൂടി, ഈ അന്നക്കുട്ടി ഏറെ നാളുകളായി ഈ വാടക വീട്ടിൽ കഴിയുകയാണോ? മക്കൾ തീരെ നോക്കുമായിരുന്നില്ലേ? അഞ്ജിത, ഇത് ഒരു മകളും ഒരു മകളുമാണ് ഈ അന്നക്കുട്ടിക്കുള്ളത്. മകൻ കേരള ബാങ്കിലെ ജീവനക്കാരനാണ്. ഇതിൽ പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വിഭജിച്ചതുമായി ബന്ധപ്പെട്ടാണ് അമ്മയും മക്കളും തമ്മിൽ ഏറെക്കാലമായി വഴക്ക് ഉണ്ടായിരുന്നത്. വഴക്കുമായി ബന്ധപ്പെട്ട് പെൺമക്കൾ ഉണ്ടായിരുന്ന മകൾ ഏറെ നാൾ ഈ വാടക വീട്ടിലെ വാടകയും മാമയ്ക്കുള്ള ചെലവിനുള്ള ചെറിയൊരു തുകയും ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ മകൻ തീരെ ഈ അമ്മയെ നോക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് മകളും ഈ വാടക വീട്ടിലേക്ക് എത്താതെയായി. ഈ അടുത്ത സമയത്ത് അന്നക്കുട്ടി ഈ വാടക വീട്ടിൽ വെച്ച് ഒന്ന് മറിഞ്ഞു വീഴുകയുണ്ടായി. അന്നേരം അപ്പോൾ ഈ വലത്ത് കൈക്ക് പൊട്ടലേറ്റിരുന്നു. ഈ പൊട്ടലോടെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നക്കുട്ടി സ്വന്തം ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ നരകിച്ച ഒരു അവസ്ഥയിൽ വാടക വീട്ടിൽ കഴിച്ചു കൂട്ടിയത്. അപ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുകയും കുമളി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തത്. ഉടൻ തന്നെ പഞ്ചായത്ത് അംഗവും കുമളി പോലീസും
ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തുകയും ഈ അന്നക്കുട്ടിയുടെ ദുരവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുകയും തൊട്ടടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ലൊരു കരുതലാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത്, അന്ത്യനാളുകളിൽ ലഭിച്ചത്, അല്ലെങ്കിൽ അന്ത്യമണിക്കൂറുകളിൽ ലഭിച്ചതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ മകൻ നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം, മകൻ ആശുപത്രിയിൽ എത്തിയെങ്കിലും ഈ അമ്മയെ ഏറ്റെടുക്കാൻ മടിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഏതാണ്ട് ഒട്ടും വയ്യ, അവസാന നാളുകളിലൂടെയാണ്, അവസാന മണിക്കൂറുകളിലാണ് അമ്മ കടന്നു പോകുന്നതെന്ന് ഡോക്ടർമാരും പോലീസും എല്ലാം തന്നെ ഈ മകനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മകൻ ശരി നന്ദുഷ, എന്തായാലും ഒരമ്മയ്ക്കും അച്ഛനും ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ രീതിയിൽ മക്കൾ സ്വത്തിന്റെ പേരിൽ അമ്മയെ ഉപേക്ഷിച്ചു പോവുക. ഒടുവിൽ നാട്ടുകാർ ഏറ്റെടുത്ത്, പോലീസുകാർ ഏറ്റെടുത്ത് അമ്മയുടെ സംസ്കാരം നടത്തുക. ആ ദൃശ്യങ്ങളാണ്. അന്നക്കുട്ടി മാത്യു മരിച്ചത് ഇന്നലെയാണ്. കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനം ഇനി സംസ്കാരത്തിലേക്ക് കടക്കുകയാണ്. അവസാന പൊതുദർശനം അവസാനിക്കുന്നു. നന്ദുഷയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.